ഭാരത മെത്രാൻ സമിതിയുടെ 36ാമത് സമ്മേളനം നടക്കുന്ന ബാംഗ്ലൂരുള്ള സെന്റ് ജോൺസ് നാഷണൽ അക്കാദമിയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ. എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു ബിൽഡിങ്ങിലായിരുന്നു കഴിഞ്ഞ 7 ദിവസമായിട്ട് ഭാരത മെത്രാൻമാർ CBCയുടെ സമ്മേളനം കൂടിയിരുന്നത്. കഴിഞ്ഞ ജനുവരി 31-ാം തീയതി ആരംഭിച്ച സമ്മേളനം ഫെബ്രുവരി 7 നാളെ അവസാനിക്കും. ഇന്ന് 6ാം ദിവസമാണ്. വളരെ പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. 4 വർഷത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ്, 2 വൈസ് പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറി. 2 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും റീ എലക്ഷൻ നടന്നു. കേരള കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം, സീറോ മലബാർ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷകരമായ ഒരു വാർത്തയായിരുന്നു ഇന്ന് അവർ കേട്ടത്. സീറോ മലബാർ സഭയിലെ തൃശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് CBCയുടെ പ്രസിഡന്റായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ 2 വൈസ് പ്രസിഡന്റുമാർ, കഴിഞ്ഞ വർഷത്തെ 2 വൈസ് പ്രസിഡന്റുമാർ തന്നെയാണ് ഈ വർഷം വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്. ആർച്ച് ബിഷപ്പ് ജോർജ് ആന്റണി സ്വാമി മദ്രാസ് മൈലാപ്പൂർ അതിരൂപതയുടെ അധ്യക്ഷനാണ്. 2ാമത്തെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ബിഷപ്പ് ജോസഫ് മാർ തോമസ് ബത്തേരി രൂപതയുടെ അധ്യക്ഷനാണ്. അതോടൊപ്പം തന്നെ ആർച്ച് ബിഷപ്പ് ഫെലിക്സ് ആന്റണി മച്ചാഡോ 4 വർഷത്തെ തന്റെ ടേം അവസാനിക്കുന്നതിനാൽ പുതിയ ജനറൽ സെക്രട്ടറിയാണ് CBCക്ക് വന്നിരിക്കുന്നത്. ഡൽഹി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായ അനിൽ ജോസഫ് തോമസ് കൗട്ടോ ആണ്. അദ്ദേഹമാണ് CBCയുടെ പുതിയ ജനറൽ സെക്രട്ടറിയായി ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു സമ്മേളനത്തിന് 6ാം ദിവസം നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഈ 4 പേരായിരിക്കും ഇനിയുള്ള അടുത്ത 2 വർഷം ഭാരത മെത്രാൻ സമിതിയുടെ പ്രവർത്തനങ്ങൾക്കും നേതൃത്വങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത്. നാളെ രാവിലെ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി ഇവിടെ വെച്ച് നടക്കുന്നു. അതിനുശേഷം ഉച്ചയോടുകൂടി 8 ദിവസം നീണ്ടു നിന്ന ഈ ഒരു സമ്മേളനം അവസാനിക്കുകയാണ്. പ്രധാനമായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഭയിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് എങ്ങനെയാണ് സഭ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് എന്നതിനെക്കുറിച്ചും, അതോടൊപ്പം തന്നെ നമ്മുടെ മണിപ്പൂർ വിഷയം, ഇതെല്ലാമാണ് പ്രധാനമായും ഈ ഒരു സമ്മേളനത്തിൽ ചർച്ചാ വിഷയമായിരുന്നത്. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ, ഗൗരവമേറിയ ചർച്ചകൾ ഈ ഒരു സമ്മേളനത്തിൽ, ഈ സിനഡ് സമ്മേളനത്തിൽ മെത്രാന്മാരുടെ ഇടയിൽ നടന്നു. മെത്രാന്മാരെല്ലാം അതിനെക്കുറിച്ച് വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നാളെ ഉച്ചയോടുകൂടി സംയുക്തമായിട്ടുള്ള പ്രസ്താവന ഈ വിഷയങ്ങളിലെല്ലാം ഭാരത മെത്രാൻ സമിതിയുടെ നിലപാട് എന്തായിരിക്കുമെന്ന വിഷയത്തെക്കുറിച്ചുള്ള പ്രത്യേക വാർത്താക്കുറിപ്പ് ഇറക്കുന്നതോടുകൂടിയാണ് ഈ ഒരു 36ാമത് സമ്മേളനം ഇവിടെ പൂർത്തിയാവുക.